6ാം സ്റ്റാൻഡേർഡിലെ മാത്സ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഒരു ഫിഗർ തന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇൻ ദ ഫിഗർ ആംഗിൾ POR 140 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമുക്ക് ആംഗിൾ QOR ആണ് കാണേണ്ടത്. QOR അപ്പോൾ നമുക്കറിയാം ആംഗിൾ PORും ആംഗിൾ QORും ഒരേ ലൈനിലുള്ള രണ്ട് ആംഗിൾസ് ആണ്, അതായത് ലീനിയർ പെയറുകളാണ്, രേഖീയ ജോഡികൾ. അപ്പോൾ ആംഗിൾ QOR കിട്ടാൻ 180 നിന്ന് 140 മൈനസ് ചെയ്യുക. അപ്പോൾ എന്താ 180 മൈനസ് 140 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 40. അതായത് ആംഗിൾ QOR എത്രയാണ്? 40 ഡിഗ്രിയാണ്. 40. റൈറ്റ് ദ ലീനിയർ പെയർ ഫ്രം ദ ഫിഗർ. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് ഒരു ലീനിയർ പെയർ എഴുതുക. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ സം ചെയ്യുമ്പോൾ 180 കിട്ടുന്ന ആംഗിൾ ജോഡികളായി എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ PORും QORും ലീനിയർ പെയർ അല്ലേ, രേഖീയ ജോഡികളല്ലേ. അപ്പോൾ നമുക്ക് ഏത് എഴുതാം? ആംഗിൾ QOR, angle POR. If angle ROT equals 90 degree, find angle TOS. ROT 90 ആണെങ്കിൽ, ROT എവിടെ? ROT. അപ്പോൾ ഈ ഒരു ഫുൾ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? ആംഗിൾ TOS. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഫുൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതാണ്, ഈ ഒരു ആംഗിളാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ 180 നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 90 മൈനസ് ചെയ്യുക. 180 നിന്ന് 90 മൈനസ് ചെയ്യുക. 180 മൈനസ് 90 എത്രയാണ്? 90. അപ്പോൾ ആംഗിൾ TOS എത്രയാണ്? 90 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾസ് ഈക്വൽ ടു ആംഗിൾ POR ആൻഡ് ആംഗിൾ POS. ആംഗിൾ PORന് തുല്യമായിട്ടുള്ള ആംഗിൾ ഏതാണ്? PORന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ്. ആംഗിൾ PORന് തുല്യമായിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ SOQ. ആംഗിൾ SOQ. ആംഗിൾ POSന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണെന്ന് നോക്കൂ. ആംഗിൾ POSന് ഓപ്പോസിറ്റ് ഏതാണ് വരുന്നത്? ആംഗിൾ QOR. അപ്പോൾ ഇവ രണ്ടും എന്താണ്? ഈക്വലാണ്. ആംഗിൾ POSന് തുല്യമാണ് ആംഗിൾ QOR, ആംഗിൾ PORന് തുല്യമാണ് ആംഗിൾ SOQ. രണ്ടാമത്തെ ആക്ടിവിറ്റി, റൈറ്റ് ദ ഫ്രാക്ഷൻ ഇൻ ദ ടേബിൾ ആസ് ഫ്രാക്ഷൻസ് വിത്ത് ഡിനോമിനേറ്റ്സ് 10, 100, 1000 ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഡെസിമൽ ഫോം. അപ്പോൾ 1/2നെ നമുക്ക് 5/10 എന്ന ഈക്വൽ ഫ്രാക്ഷനാക്കി എഴുതാൻ പറ്റി. അതെങ്ങനെയാണ്? 2നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്തു, 10 കിട്ടി. അപ്പോൾ ഡിനോമിനേറ്ററിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 10 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു പ്ലേസ് മാറ്റി കൊടുക്കാം. 1/4നെ എങ്ങനെയാണ് ഇതുപോലെ ഡിനോമിനേറ്റ്സ് ആക്കി എഴുതുന്നത്? 4നെ നമുക്ക് 10 ആക്കാൻ പറ്റില്ല, 100 ആക്കാൻ പറ്റും. 4നെ 25 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 100 ആവും. അപ്പോൾ താഴെ 25 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മുകളിലും 25 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 25/100 എന്ന് എഴുതാം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് രണ്ട് പ്ലേസ് മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി 3/8നെ എങ്ങനെ ഫോമിലാക്കി മാറ്റാം? 8നെ 125 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് 1000 കിട്ടും. 8നെ 125 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 3യെ എന്ത് ചെയ്യുക? 125 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 3യെ 125 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 375 എന്ന് കിട്ടും. അടിയിൽ നമുക്ക് 1000 എന്ന് എഴുതാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് 3 പ്ലേസ് മാറ്റി പോയിന്റ് കൊടുക്കുക. ദെൻ 7/25. 25നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് 100 എന്ന് കിട്ടും. മുകളിലും 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. മുകളിൽ 28 എന്ന് കിട്ടും, താഴെ 100 എന്ന് കിട്ടും. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് രണ്ട് പ്ലേസ് മാറ്റി പോയിന്റ് കൊടുക്കുക. Activity 3. Rajan spent 20% of his income for educational purpose. This amount is rupees 4,000. He spent 25% of this amount for buying books. What amount is used for buying books? അപ്പോൾ 4000 രൂപയുടെ 25% ബുക്സ് വാങ്ങിക്കാൻ ചിലവാക്കിയത്. 25% ഓഫ് 4000, 25% ഓഫ് 4000. അപ്പോൾ അതങ്ങനെ മാറ്റി എഴുതാം. പെർസെൻറ്റേജിനെ മാറ്റുന്നതിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു. ഇനി 100ലെ 2 സീറോവും 4000ൻ്റെ 2 സീറോയും ക്യാൻസൽ ആക്കിയാൽ 25 ഇൻറ്റു 40 ഈക്വൽസ് എത്രയാണ്? 1000. അപ്പോൾ 1000 രൂപയാണ്, 1000 രൂപയാണ് ബുക്സ് വാങ്ങിക്കാൻ ചിലവാക്കിയത്. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ ഇൻകം ഓഫ് രാജൻ? രാജൻ്റെ മുഴുവൻ വരുമാനം എത്രയാണ്? അതായത് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ 20% 4000 രൂപ അല്ലേ. അപ്പോൾ മൊത്തം വരുമാനത്തിൻ്റെ 20% 4000. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ വരുമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 20% ഓഫ് ഇൻകമാണ് 4000. വരുമാനത്തിൻ്റെ 20% 4000. അതായത് 20/100. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഇൻകമാണ് 4000. അപ്പോൾ ഇതിൽ നിന്ന് ഇൻകം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 20/100 അപ്പുറത്ത്, അതായത് ഈക്വൽ സൈനിൻ്റെ അപ്പുറം വശത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 100/20 ഇൻറ്റു 4000. ഓക്കെ, അപ്പോൾ 0യും ക്യാൻസൽ ചെയ്താൽ 10/2 എന്ന് വരും. 10/2 എത്രയാണ്? 10/2 5 ഇൻറ്റു 4000. അതായത് 20,000 അയാളുടെ ആകെ വരുമാനം.
അപ്പോൾ പി ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത് 20,000. ഇനി വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഹീസ് ടോട്ടൽ ഇൻകം ഈസ് യൂസ്ഡ് ഫോർ ബൈയിങ് ബുക്സ് വാങ്ങിക്കാനായി മൊത്തം വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് ചിലവാക്കിയത്? അത് കാണാനായി നമുക്ക് 1000-നെ ഈ 1000 ചിലവാക്കിയത് 1000-നെ 20,000 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1000 ഡിവൈഡഡ് ബൈ 20,000. ഇനി പെർസെൻറ്റേജ് ആക്കാൻ 100 കൊണ്ടുകൂടി ഇൻറ്റു ചെയ്യുക. അപ്പോൾ സീറോസ് ക്യാൻസൽ ചെയ്യാം. 2 0 ഇവിടെ നിന്ന് 2 0 ക്യാൻസൽ ചെയ്യുക. ബാക്കി 2 0 കൂടെ ക്യാൻസൽ ചെയ്താൽ 10/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5%. 5% ബുക്സ് വാങ്ങിക്കാൻ ചിലവാക്കിയ പെർസെൻറ്റേജ്. Fourth activity, an aquarium is in the shape of a rectangular box. Its inner length is 80 cm, breadth 60 cm and height 50 cm. What is the capacity of the aquarium? അപ്പോൾ കപ്പാസിറ്റി കാണുക എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് കാണേണ്ടത്? വോളിയം കാണാനാണ് കപ്പാസിറ്റി കാണുക. കപ്പാസിറ്റി കാണാൻ എന്ത് ചെയ്യുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുക. ലെങ്ത് എത്രയാണ്? 80, 60, ബ്രെഡ്ത്ത് ഹൈറ്റ് എത്രയാണ്? 50. അപ്പോൾ നമ്മൾ ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്നാണ് കിട്ടുന്നത്? 2,40,000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ അക്വേറിയം ഇൻ ലിറ്റേഴ്സ്? അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്റർ ക്യൂബിക് കിട്ടിയതിനെ ലിറ്റർ ആക്കാൻ വേണ്ടി 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ എമൗണ്ടിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 zeros ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 240 ലിറ്റർ എന്ന് കിട്ടും. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ, അക്വേറിയത്തിനകത്ത് 144 ലിറ്റർ ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ ഇനി എത്രയും കൂടി വേണം അത് നിറയാനായിട്ട്? അപ്പോൾ കപ്പാസിറ്റി എത്രയാണ്? 240 അല്ലേ? അപ്പോൾ 240 നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 144 മൈനസ് ചെയ്യുക. 240 നിന്ന് 144 മൈനസ് ചെയ്യുമ്പോൾ 96 ലിറ്റർ എന്നാണ് കിട്ടുന്നത്. നമുക്ക് വേണ്ടത് സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. അപ്പോൾ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ആൻസർ 96,000 എന്ന് കിട്ടും. Activity 5, the table given below triangles made by Arish using matchsticks. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ട്രയാങ്കിൾസും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സും തന്നിട്ടുണ്ട്. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഒരു ട്രയാങ്കിൾ ആകുമ്പോൾ 3 മാച്ച് സ്റ്റിക്ക്, 2 ആകുമ്പോൾ 5, 3 ആകുമ്പോൾ 7, അടുത്ത എത്രയായിരിക്കും? 9, 11 അല്ലേ? 2 വെച്ച് കൂട്ടി എഴുതുക. അപ്പോൾ എയുടെ ആൻസർ കിട്ടി. റൈറ്റ് ഡൗൺ ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ആൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. മാച്ച് സ്റ്റിക്സിൻ്റെ എണ്ണവും ട്രയാങ്കിൾസിൻ്റെ എണ്ണവും തമ്മിലുള്ള റിലേഷൻ എഴുതാനാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം, 1ൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്തിട്ട് 1 കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത് അല്ലേ? 1 ഇൻറ്റു 2 + 1 ആണ് 3. അതുപോലെ 2 ഇൻറ്റു 2 + 1 ആണ് 5. 3 ഇൻറ്റു 2 + 1 ആണ് 7. 4 ഇൻറ്റു 2 + 1 ആണ് 9 അല്ലേ? 5 ഇൻറ്റു 2 + 1 ആണ് 11. 5 ഇൻറ്റു 2 10, 10ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് 11 കിട്ടും അല്ലേ? അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിലേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ഈക്വൽസ് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻറ്റു നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ഈക്വൽസ് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻറ്റു 2 + 1. അല്ലേ? ഇത് നമ്മൾ സിമ്പിൾ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? മാച്ച് സ്റ്റിക്സിന് നമുക്ക് എസ് എന്ന് കൊടുക്കാൻ പറഞ്ഞു, ട്രയാങ്കിൾസിന് ടി. അങ്ങനെയാണെങ്കിൽ 2t + 1 എന്ന് കിട്ടും അല്ലേ? എസ് ഈക്വൽസ് 2t + 1. അടുത്ത ആക്ടിവിറ്റി, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഹാസ് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്? ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉള്ള നമ്പർ ഏതെന്നാ? 18, 8, 16, 13 തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണാനായിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 18നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. 9നെ 3 വെച്ച് ചെയ്താൽ 3 എന്ന് കിട്ടും. 3യെ 3 വെച്ച് ചെയ്താൽ 1. അപ്പോൾ എങ്ങനെ എഴുതാം? 18 ഈക്വൽസ് 2 ഇൻറ്റു 3² എന്ന് എഴുതാം. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2ൻ്റെ പവർ എത്രയാണ് ഇവിടെ? 1. 1ൻ്റെ 1 കൂട്ടുക, 1 + 1 ഇൻറ്റു 3യുടെ പവർ എത്രയാണ്? 2 + 1. രണ്ടും കൂടി ഇൻറ്റു ചെയ്തേ, 2 ഇൻറ്റു 3. അതായത് 6 ഫാക്ടേഴ്സാണ് 18-നുള്ളത്. അടുത്ത നമ്പർ എത്രയാണ്? 8. അപ്പോൾ 8നെ ഇതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. 8/2 4 ആണ്. 4/2 2. അപ്പോൾ 8നെ നമുക്ക് 2⁻³ എന്ന് എഴുതാം. 8 ഈക്വൽസ് 2⁻³ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇവിടെ ഒരു നമ്പർ അല്ലേ ഉള്ളൂ, 2ൻ്റെ പവർ 3 ആണ്. അപ്പോൾ 3 + 1 ഫാക്ടേഴ്സ്, അതായത് 4 ഫാക്ടേഴ്സാണ് 8-നുള്ളത്. അത് ഈവൻ നമ്പർ ആണ് അല്ലേ? അടുത്ത നമുക്ക് 16 ചെയ്ത് നോക്കാം. 16നെ 2 വെച്ച് ചെയ്യുമ്പോൾ 8, 8നെ 2 വെച്ച് ചെയ്യുമ്പോൾ 4, 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. അപ്പോൾ 16നെ നമുക്ക് എങ്ങനെ എഴുതാം? 16 ഈക്വൽസ് 2⁻4 എന്ന് എഴുതാം. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, 2ൻ്റെ പവർ ഇവിടെ 4 ആണ്. 4ൻ്റെ കൂടി 1 ആഡ് ചെയ്യുക. അപ്പോൾ 4 + 1 5 ഫാക്ടേഴ്സ്, അതായത് 5യുടെ ഓഡ് നമ്പറാണ്. അപ്പോൾ 16 ആണ് ആൻസർ. ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉള്ളത് 16-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 12? 12ൻ്റെ ഫാക്ടേഴ്സ് എഴുതുക. 12നെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം.
12നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ്. 3യെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. അപ്പോൾ 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 3 എന്ന് എഴുതാം. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണാൻ 2ൻ്റെ പവർ ഇവിടെ 2 ആണ് അല്ലേ. 2ൻ്റെ പവർ 2 ആകുമ്പോൾ 1 ആഡ് ചെയ്യുക. അപ്പോൾ 2 + 1 ഇൻറ്റു 3യുടെ പവർ എത്രയാണ്? 1. അപ്പോൾ 1 + 1. 2 + 1 എത്രയാണ്? 3 ആണ്. 3 ഇൻറ്റു 1 + 1 എത്രയാണ്? 2. അപ്പോൾ 3 ഇൻറ്റു 2 എത്ര ഫാക്ടേഴ്സ് ആണ്? 6 ഫാക്ടേഴ്സ് ആണ്. സി ചോദ്യം, റൈറ്റ് 20 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. 20നെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതുക. അപ്പോൾ 20നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 20/2 10 ആണ്. 10/2 എത്രയാണ്? 5 ആണ്. 5നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ്. അപ്പോൾ 20 = 2² into 5 എന്ന് എഴുതാൻ സാധിക്കും. ഡി ക്വസ്റ്റ്യൻ, റൈറ്റ് 60 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആൻഡ് റൈറ്റ് ഓൾ ഇറ്റ്സ് ഫാക്ടേഴ്സ്. 60നെ എല്ലാ ഘടകങ്ങളും എഴുതുക. 60യെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 60യെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 30 എന്ന് കിട്ടും. 30യെ വീണ്ടും 2 വെച്ച് ചെയ്താൽ 15 എന്ന് കിട്ടും. 15നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 60 = 2 into 2ൻ്റെ സ്ക്വയർ ഇൻറ്റു 3 into 5 എന്ന് എഴുതാം. ഇനി നമുക്ക് 60യുടെ ഘടകങ്ങൾ കാണാം, ഫാക്ടേഴ്സ് കാണാം. അതിന് നോട്ട് 2, 1 2, 2 2s. 2ൻ്റെ പവർ 2 അല്ലേ. അപ്പോൾ 2 2s വരെ എഴുതാം. ദെൻ നോ 3, 1 3 എഴുതുക. ഇനി അടുത്ത കോളത്തിൽ അടുത്തൊരു 2 സെപ്പറേറ്റ് കോളങ്ങളും കൂടി വരയ്ക്കുക. നോ 5ഉം 1 5ഉം. അടുത്ത കോളത്തിൽ 1 5 എന്ന് എഴുതുക. ഈ നോ 3, 1 3 അതുപോലെ തന്നെ വീണ്ടും താഴേക്ക് റിപ്പീറ്റ് ചെയ്യുക. കറസ്പോണ്ടിങ് കോളം വരയ്ക്കുക. നോ 3, നോ 2 എന്ന് പറഞ്ഞാൽ നോ 5ഉം പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് അല്ലേ. അപ്പോൾ ഇനി 1 2 2 ആണ്. അവിടെ 5ഉം 3ഉം ഒന്നും ഇല്ല. 2 2s എത്രയാണ്? 4 ആണ്. ഇനി ഒരു 3 കൊണ്ട് മുകളിലത്തെ കോളത്തിന് ഇൻറ്റു ചെയ്യുക. 3 2 6 12 അല്ലേ. 3 × 4 12. അടുത്ത ഒരു 5 ഉണ്ട്. 5 കൊണ്ട് മുകളിലത്തെ കോളത്തിന് ഇൻറ്റു ചെയ്യുക. 5 × 1 5, 5 × 2 10, 5 × 4 20. ഇനി 3 കൊണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. അപ്പോൾ 3 × 5 15, 3 × 10 30, അതുപോലെ 3 × 20 എത്രയാണ്? 60. ആക്ടിവിറ്റി 7-ൽ ദ ഗിവൺ ടേബിൾ ഷോസ് ദ പ്രൈസ് ഓഫ് മാംഗോ സോൾഡ് ബൈ എ വെൻഡർ ഫ്രം മൺഡേ ടു ഫ്രൈഡേ. മൺഡേ മുതൽ ഫ്രൈഡേ വരെ കച്ചവടം ചെയ്ത മാങ്ങകളുടെ വിലയാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് മാംഗോ സോൾഡ്. വിറ്റ മാങ്ങകളുടെ ആകെ വില കാണുക. ഈ കോളങ്ങളെല്ലാം കൂട്ടിയാൽ മതി. അപ്പോൾ ടോട്ടൽ പ്രൈസ് നമുക്ക് എ ക്വസ്റ്റ്യനിൽ എഴുതാം. മൊത്തം എഴുതുമ്പോൾ 3300 എന്ന് കിട്ടും. ഇനി വാട്ട് ഈസ് ദ ആവറേജ് പ്രൈസ് ഓഫ് മാംഗോ സോൾഡ് പെർ ഡേ. ആ ശരാശരി മാങ്ങയുടെ വിലയാണ്. അതിന് 3300നെ എത്ര ദിവസമുണ്ട്? 5 ദിവസം ഇല്ലേ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 660. അതായത് ഇവിടുത്തെ ആവറേജ് 660 ആണ്. സി പാർട്ട് ചോദ്യം, ഇൻ വിച്ച് ഡേയ്സ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് മാംഗോസ് ഗ്രേറ്റർ ദാൻ ദ ആവറേജ്. ആവറേജിനേക്കാൾ കൂടിയ ദിവസങ്ങൾ ഏതൊക്കെയാണ്? 660നേക്കാൾ കൂടിയ രണ്ടെണ്ണം എത്രയാണ്? 680ഉം 700ഉം. അതായത് മൺഡേയും ട്യൂസ്ഡേയുമാണ് ആവറേജിനേക്കാൾ കൂടിയ വിലകളുള്ള ദിവസം അല്ലേ. അടുത്തത്, ഇഫ് ദ പ്രൈസസ് ആർ റിട്ടൺ ഇൻ അസെൻഡിങ് ഓർഡർ. വിലകൾ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുകയാണെങ്കിൽ മിഡിൽ നമ്പർ ഏതാണ്? അപ്പോൾ എഴുതി നോക്കാം. 620, 640, 660, 680, 700. അപ്പോൾ ഇതിൻ്റെ മിഡിലിൽ വരുന്ന നമ്പറും എന്ത് തന്നെയാണ്? നമുക്ക് കിട്ടിയ ആവറേജ് തന്നെയാണ് മിഡിലിൽ വരുന്ന 660. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗിവൺ ബാർ ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദ ഡൊണേഷൻ ഗിവൺ ടു എ ചാരിറ്റി പ്രോഗ്രാം ബൈ സ്റ്റുഡൻസ് ഓഫ് ഡിവിഷൻ എ ആൻഡ് ഡിവിഷൻ ബി ഓഫ് ക്ലാസ്സസ് അറ്റ് എ സ്കൂൾ. ഫൈൻഡ് ദ ആൻസേഴ്സ് ഫ്രം ദ ഫിഗർ ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. എയും ബിയും എന്ന് പറയുന്നത് ഓരോ ക്ലാസ് ഡിവിഷനുകളാണ്. അവർ കൊടുത്ത ചാരിറ്റി പ്രോഗ്രാമിലേക്ക് കൊടുത്ത തുകകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഗിവൺ ബൈ ക്ലാസ് 7. ക്ലാസ് 7-ലെ ടോട്ടൽ എമൗണ്ട്. അപ്പോൾ എയിലെയും ബിയിലെയും എടുക്കുക. ക്ലാസ് 7-ൽ എയിൽ 1200ഉം ക്ലാസ് ബിയിൽ 1800ഉമാണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 3000 എന്ന് കിട്ടും. അപ്പോൾ 6ാം ക്ലാസ്സുകാർ ചിലവാക്കിയത് 3000 രൂപയാണ്. അടുത്ത ബി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മോർ എമൗണ്ട് ഡിഡ് ദ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 9 ഗിവ് ഫോർ ചാരിറ്റി ദാൻ ക്ലാസ് 7. ക്ലാസ് 7-നേക്കാളും എത്ര രൂപയാണ് ക്ലാസ് 9 കൊടുത്തത്? അതിനായി രണ്ട് ക്ലാസ്സിൻ്റെയും ടോട്ടൽ എമൗണ്ട് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ക്ലാസ് 9-ൻ്റെ നോക്കാം. ക്ലാസ് 9-ൽ എയും ബിയും ഉണ്ടല്ലോ. അപ്പോൾ ക്ലാസ് 9-ലെ നമുക്ക് നോക്കാം. ക്ലാസ് 9-ലെ എ ഡിവിഷനിൽ എത്രയാണ്? ബി ഡിവിഷനിൽ എത്രയാണ്? 1600 തന്നിരിക്കുന്നത്. അതുപോലെ എ ഡിവിഷനിൽ 1400 അല്ലേ. 1600ഉം 1400 1350 ആണ്. 1350 കൂടി കൂട്ടുക. അപ്പോൾ 2000
1950 എന്ന് കിട്ടും. ഇനി ക്ലാസ് 7ൻ്റെ അത് കാണാം. ക്ലാസ് 7ൻ്റെ നോക്കുമ്പോൾ എയിലും ബിയിലും കൂടി നോക്കുമ്പോൾ എത്രയാണ്? 2 ഡിവിഷനുണ്ട് ക്ലാസ് 7ൽ. എയ്ക്കാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് ക്ലാസ് 7ൽ 1400, ബിക്ക് 1350. ടോട്ടൽ എടുക്കുമ്പോൾ 2750 എന്ന് കിട്ടും. നമുക്ക് എത്ര എമൗണ്ടാണ് 7നേക്കാൾ കൂടുതൽ 9ാം ക്ലാസ് കൊടുത്തതെന്നാണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ മോർ എമൗണ്ട് കാണാനായി 2950 നിന്ന് 2750 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 200 രൂപ എന്ന് കിട്ടും. ഇനി സി പാർട്ട് ചോദ്യം, വിച്ച് ക്ലാസ്സസ് ഗേവ് ദ സെയിം എമൗണ്ട് ഓഫ് ഡൊണേഷൻ, ഫൈൻഡ് ദ എമൗണ്ട്. ഏത് ക്ലാസ്സുകളാണ് ഒരേ എമൗണ്ട് കൊടുത്തതെന്നാണ്. അപ്പോൾ അതിന് നമുക്ക് എല്ലാ ക്ലാസ്സുകളുടെയും ടോട്ടൽ കാണണം. അപ്പോൾ 6ാം ക്ലാസ്സിൻ്റെ ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചു, 7ാം ക്ലാസ്സിൻ്റെത്, 9ാം ക്ലാസ്സിൻ്റെ. ഇനി ഒരു ക്ലാസ്സും കൂടി കാണണം, 2 ക്ലാസ്സുകളും കൂടി കാണണം, 8ഉം 10ഉം അല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ് 8 ഒന്ന് കാണാം. ക്ലാസ് 8ൻ്റെ ടോട്ടൽ എടുക്കുക. ക്ലാസ് 8ൽ 800 അതുപോലെ 1600 അല്ലേ. 800ഉം 1600ഉമാണ് എയിലും ബിയിലും ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് 8ൻ്റെത് 800 പ്ലസ് 1600 ദാറ്റ് ഈസ് 2400 എന്ന് കിട്ടും. ഇനി ക്ലാസ് 10ൻ്റെത് കൂടി കാണാം. ക്ലാസ് 10ൻ്റെ ടോട്ടൽ എമൗണ്ട് 1400ഉം 2000ഉം 1400ഉം കൂടി കൂട്ടുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 2000ഉം 1400ഉം കൂടി കൂട്ടുമ്പോൾ 3400 എന്ന് കിട്ടും. 1400 അല്ല, 1350. 3350. അപ്പോൾ ഇതിൽ സെയിമായിട്ട് ഒരു എമൗണ്ട് തന്നെ കാണുന്നില്ല. ഏകദേശം അടുത്ത് വന്നിരിക്കുന്നത് 3350.